ലൈംഗിക അതിക്രമ കേസിൽ ഇന്നലെ അറസ്റ്റിലായ നടനും സംവിധായകനുമായ രഞ്ജിത്ത് റിമാൻഡിലാണ്. 14 ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം പുറത്തു വരുന്നത്, ഇതിനിടെ രഞ്ജിത്ത് അല്പം മുമ്പ് മാധ്യമങ്ങളോട് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനു മുൻപ് ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 30-നാണ് ഈ സംഭവം നടക്കുന്നത്. കാരവാനിൽ വെച്ച് മോശമായി പെരുമാറി എന്നാണ് പരാതി. അറസ്റ്റിലേക്ക് കടന്നത് അതിജീവിതയുടെ രഹസ്യമൊഴി അടിസ്ഥാനത്തിലാണ്. രഞ്ജിത്തിൻ്റെ മുൻ കേസുകൾ കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സമാനമായ 2 കേസുകളുണ്ട്. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടും എന്നും മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്താൻ പോലീസ് സംഘത്തിനായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റിലേക്ക് കടന്നത്. അറസ്റ്റ് മാത്രമല്ല, റിമാൻഡിലേക്ക് കടന്നത്. രഞ്ജിത്തിന്റെ വാക്കുകളിലേക്ക്. എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അറിയില്ല, നോക്കാം, അന്വേഷിക്കുന്നു. സാറേ നിയമപരമായി നീങ്ങാൻ തന്നെയാണോ തീരുമാനം? ആണ്, നിയമപരമായി നീങ്ങും. കേസിനെ കുറിച്ച് എന്താ പറയുക? സാറേ ഇത് കള്ള കേസാണോ സാറേ? ആണോ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അറിയില്ല, നോക്കാം, അന്വേഷിക്കുന്നു. സാറേ നിയമപരമായി നീങ്ങാൻ തന്നെയാണോ തീരുമാനം? ആണ്, നിയമപരമായി നീങ്ങും. കള്ളക്കേസാണ് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. നിയമപരമായി നീങ്ങും. ഇന്ന് 12 മണിക്ക് തന്നെ ജാമ്യ ഹർജി നൽകുമെന്നാണ് അഭിഭാഷകൻ അല്പം മാധ്യമങ്ങളോട് പറഞ്ഞത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട്, സംശയമില്ല. മുൻ കേസുകളടക്കം പരാമർശിച്ചിട്ടുണ്ട്. അത് ഈ കേസിന്റെ നാൾ വഴിയെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിന്റെ ടീം പറയുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, എന്തായാലും സംവിധായകൻ രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് മുൻപുമൊക്കെ മാധ്യമപ്രവർത്തകരോടായി രഞ്ജിത്ത് പറഞ്ഞത് ഇത് എല്ലാ സത്യവും തെളിയും, ഇതൊരു വ്യാജ പരാതിയാണെന്നാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഒരു ചരിത്രം കൂടിയാണ്. രഞ്ജിത്തിനെതിരെ ആദ്യമായിട്ടുള്ള ഒരു പരാതിയല്ല, ഇത് 2ാമത്തെ പരാതിയാണ്. ആദ്യം ഒരു ബംഗാൾ നടി പരാതി കൊടുക്കുന്നു. അതിൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു പ്രകൃതി വിരുദ്ധ പരാതി വരുന്നുണ്ട്. അത് ഒരു ഇതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എത്തിയ ഒരു യുവാവിനോട് മോശമായി പെരുമാറി ലൈംഗിക അതിക്രമം നടത്തിയെന്നൊരു പരാതിയാണ്. അതിലും പ്രത്യേകിച്ച് യാതൊരുവിധ നടപടിയും രഞ്ജിത്തിനെതിരെ സ്വീകരിച്ചില്ല. അവിടെയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രഞ്ജിത്തിനൊരു മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ, അല്ലെങ്കിൽ രഞ്ജിത്തിനെ ഒരു അതായത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുത്തിട്ടായിരുന്നു ഇതിനു മുൻപൊക്കെ പോലീസിന്റെ ഒരു നടപടി ഉണ്ടായത്. പക്ഷേ ഇതിൽ വന്നപ്പോൾ രഞ്ജിത്തിന് കുടുങ്ങിയ ഒരവസ്ഥയിലേക്ക് തന്നെയാണ് പോലീസ് കുടുക്കിയിരിക്കുകയാണ്. വിദഗ്ധമായി വളരെ രഹസ്യമായി തന്നെയാണ് പോലീസ് ഈ ഒരു കേസ് തുടക്കം മുതൽ തന്നെ അന്വേഷിച്ചത്. അതായത് ജനുവരി 30-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടക്കുന്നത്. രഞ്ജിത്തിന്റെ പുതിയ സിനിമയായ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ ചിത്രീകരണം ഫോർട്ട് കൊച്ചിയിലും കോട്ടയത്തുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് ഈ യുവനടിയാണ് സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കാരവാനിലേക്ക് വിളിപ്പിക്കുന്നു. കാരവാനിലേക്ക് വിളിച്ച ശേഷമാണ് വളരെ മോശമായ രീതിയിൽ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. ഈ രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിക്ക് അനുഭവം നേരിടേണ്ടി വന്നത്. ഉടനെ തന്നെ കാരവാനിൽ നിന്നും ഇറങ്ങി ഓടിയ യുവതി അടുത്തുണ്ടായിരുന്ന സഹപ്രവർത്തകരോട് ഇക്കാര്യം പറയുകയും ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ICCയിൽ പരാതി നൽകി. പക്ഷെ പിന്നീട് ആ പരാതി ഒത്തുതീർപ്പാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അതാണ് പോലീസിനെ സമീപിക്കാൻ നടിയെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. അതിനിടയിൽ 1 മാസത്തോളം യുവതി കൗൺസിലിംഗ് അടക്കം തേടേണ്ടി വന്നു എന്നുകൂടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ മാസമാണ് 28-ാം തീയതിയോട് കൂടി പെൺകുട്ടി പരാതി നൽകുന്നു. 2 ദിവസം മുൻപ് പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതായത് ഈ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതോടുകൂടിയാണ് പോലീസ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതും അതീവ രഹസ്യമായി. സാധാരണ നമുക്കറിയാം സെൻട്രൽ സ്റ്റേഷനിൽ വനിതാ സെല്ലിലാണ് ഈ പരാതി കൊടുത്തത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമുക്കറിയാം SIT രൂപീകരിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങൾ, ഇതെല്ലാം പരാതിയായി നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനമായി നേതൃത്വം നൽകുന്നത് അശ്വതി ജിജിയാണ്. കൃത്യമായി തന്നെ ഈ നടി അശ്വതി ജിജി ആദ്യം പോലീസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നുണ്ട്. പിന്നീടാണ് ഈ പരാതി SITയിലേക്ക് കൈമാറുന്നതും SIT യുവതിയെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം മജിസ്ട്രേറ്റ് മുന്നിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഇതിനൊടുവിലാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് പോലീസും കടക്കുന്നത്. കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകുമല്ലോ നവമി, കാരണം ഇതിപ്പോൾ അപ്രതീക്ഷിതമാണ്. നേരത്തെ നവമി പറഞ്ഞ പോലെ അറസ്റ്റ്
രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് നേരത്തെ ധാരണ ഉണ്ടായിരുന്നു ഈ കേസ് അല്പം ഗൗരവതരമാണ്. അപ്പോൾ എറണാകുളത്തും തൊടുപുഴയിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ് അറസ്റ്റ് സംഭവിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിനുള്ള പഴുതടച്ചായിരുന്നു പോലീസിന്റെ അറസ്റ്റ്, സംശയമില്ല. മറ്റൊന്ന്, ഇനിയും അഭിഭാഷകന്റെ നീക്കം എന്താണ് എന്നുള്ളതാണ്. നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന് മുൻപുള്ള 2 കേസുകളിലും രഞ്ജിത്ത് സമാനമായി തന്നെ വാദിച്ച് കോടതിയിൽ ജയിച്ച ഒരാൾ കൂടിയാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുണ്ട്. ഈ നടിയുടെ രഹസ്യമൊഴിയുണ്ട്. പോലീസിനെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസമെങ്കിൽ ജയിലിലാക്കാനുള്ള സാഹചര്യം ഒരുക്കാനായി എന്നുള്ളതുണ്ട്. അപ്പോൾ നിയമവഴിയിൽ തന്നെയാണ് രഞ്ജിത്ത് ഇനി മുന്നോട്ട് പോവുക എന്നത് വ്യക്തമായി കഴിഞ്ഞല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഈ ആദ്യത്തെ 2 കേസുകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഒരു കാലാവധിയായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു ഇടവേള, അതായത് ഇത് സംഭവം നടന്ന ആദ്യത്തെ ബംഗാൾ നടിയുടെ പരാതിയിലായിക്കോട്ടെ, അതൊരു സിനിമയുടെ ചിത്രീകരണം, അത് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ഈ യുവാവിന് നേരെ ഉള്ള ലൈംഗിക അതിക്രമത്തിലൊക്കെ വലിയ ഇടവേള വന്നിരുന്നു. ഈ പരാതി നൽകുന്നതിലും ഈ കേസ് എടുക്കുന്നതുമൊക്കെ ആയിട്ട് വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് രഞ്ജിത്തിനെ സംബന്ധിച്ച് വലിയ പഴുതായി പുറത്തു വരാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനും പറ്റിയില്ല. പക്ഷേ ഇതങ്ങനെ വളരെ അടുത്ത് നടന്ന സംഭവമാണ്. 2 മാസത്തിനുള്ളിൽ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പോലീസ് കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസിന്റെ വലയത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്ത്. തനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അറിഞ്ഞ രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൊടുപുഴയിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് രഞ്ജിത്തിനെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്നും രാവിലെ മുതൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു രഞ്ജിത്ത് നടന്നുകൊണ്ടിരുന്നത്. ഈ തൊടുപുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. അതിനിടയിൽ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനായിരുന്നു തീരുമാനം. അങ്ങനെ ഇന്ന് രാവിലെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ, അതായത് മജിസ്ട്രേറ്റ് മുന്നിൽ കൊണ്ടുവരുന്നതിനിടയിലുള്ള വൈദ്യപരിശോധനയ്ക്ക് എത്തുന്ന സമയത്താണ് രഞ്ജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം കൂടുകയും ചെയ്തത്. ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് രഞ്ജിത്തിന് തന്നെ 2 സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തുകയും രഞ്ജിത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി, കൃത്യം 7 മണിയോടുകൂടി തന്നെ പോലീസ് രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു. ആദ്യം പറഞ്ഞത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. അതനുസരിച്ച് മാധ്യമപ്രവർത്തകർ അവിടെ എത്തുന്നു. പക്ഷേ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നില്ല. അതിന് തൊട്ട് മുൻപ് തന്നെ, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ഉടനെ തന്നെ വാഹനം എടുത്തുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. മജിസ്ട്രേറ്റ് അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് മജിസ്ട്രേറ്റ് പുറത്തു വന്നുകൊണ്ട് തന്നെ ഇതിൽ റിമാൻഡിലേക്ക് എഴുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചും രഞ്ജിത്ത് പറയുന്നത് താൻ നിരപരാധിയാണെന്നാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ വീണ്ടും രഞ്ജിത്തിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു. വീണ്ടും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ വളരെ ദൈർഘ്യം നീളുന്നില്ല, ചെറിയൊരു ചികിത്സ നൽകിയത് ഉടൻ തന്നെ ഈ സബ് ജയിലിലേക്ക് രഞ്ജിത്തിനെ മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇന്ന് ഇന്ന് 12 മണിയോടുകൂടി രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദം ശക്തമാണ്. ഇതിനു മുൻപുള്ള 2 കേസുകളുടെ ഒരു പ്രസിഡന്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് കോടതി എങ്ങനെ കരുതും, കണക്കാക്കും എന്നത് കാത്തിരുന്ന് കാണണം.